അല്ല, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടി പൂർത്തീകരിച്ചിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനം നല്ല നിലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർ പിന്നെ ആരെയാ കാത്തിരിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് UDF ആരെ കാത്തിരിക്കുകയാണ്? പിന്നെ ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. അതിലെന്തോ പിന്നെ സംശയം? എവിടെ നിന്ന് ആരോ കിട്ടുന്നതാണ്? UDF എന്നോ കോൺഗ്രസ് എന്നോ? അപ്പോൾ അവർക്ക് ആശങ്കയുണ്ടെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ പച്ച മലയാളത്തല്ലേ? ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതിൻ്റെ അർത്ഥം ഞങ്ങളിൽ എന്തോ വലിയ ഭിന്നിപ്പുണ്ടാകാൻ പോകുന്നുണ്ട്. ആ ഭിന്നിപ്പിനെ മുതലെടുക്കാൻ CPIയും ഇടതുപക്ഷ ജനാധിപത്യത്തിനും കാത്തിരിക്കുകയാണ് എന്നല്ലേ പറഞ്ഞതിൻ്റെ മലയാളം? ഞങ്ങളങ്ങനെ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾക്ക് കാൻഡിഡേറ്റിന് ഒരു ക്ഷാമമില്ല. ആയിരിക്കും അവിടെ കാൻഡിഡേറ്റ് ക്ഷാമം? CPIഎമ്മിൻ്റെ എത്ര ജനകീയ അംഗീകാരം നേടിയിട്ടുള്ള നേതാക്കന്മാർ അവിടെ തന്നെയുണ്ട്, നിലമ്പൂർ ഉൾപ്പെടെ, മലപ്പുറത്ത്. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. അതിപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അനിവാര്യമായിട്ട് ജയിക്കണം എന്നുള്ള നമ്മുടെ അഭിപ്രായം. അതാണ് ജയിക്കും. നിലമ്പൂര് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് നിലനിർത്തും. ഞങ്ങളുടെ സീറ്റ് സ്വതന്ത്ര സീറ്റാണുള്ളത്. അത് ഞങ്ങൾ നിലനിർത്തുന്നത്. എന്നാൽ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയാൽ ഒരാൾ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. ഞങ്ങൾ തന്നെ. ഞാൻ 1.5 മാസം അവിടെ തന്നെ പ്രവർത്തിച്ചതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അറിയോ ആരാന്ന്? നിലമ്പൂർ മത്സരിച്ച സ്ഥാനാർത്ഥി ഹ്രസ്വമാണ് ചരിത്രബോധം, ആര്യാടൻ. പിന്നെന്താ അത് പറയാതെ? വേണ്ടെന്ന്. ആര്യാടൻ മത്സരിച്ചപ്പോഴും ഞങ്ങളവിടെ ജയിപ്പിച്ചതല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടനെ ജയിപ്പിച്ച മണ്ഡലം അത്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥികൾ വരികയും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് ജയിച്ചിട്ടുണ്ട്, ചിലപ്പോൾ തോറ്റിട്ടുണ്ട്. അവർ മുൻ കോൺഗ്രസ്സല്ലല്ലോ അന്നേരം. കോൺഗ്രസ് തന്നെയല്ലേ, ആന്റണി കോൺഗ്രസ് അല്ലേ? അങ്ങനെ പറയുന്ന പോലെ കുന്നാംകുളം എന്നാണ് അതിൻ്റെ പേര്.